അപ്പൻ ചെയ്ത തെറ്റ് ഓഡിയൻസിൻ്റെ മുന്നിൽ വിളംബരം ചെയ്ത് മുഖത്ത് കാർപ്പിച്ചു തുപ്പുന്ന മകനിൽ പരിശുദ്ധാത്മാവാണോ അതോ അശുദ്ധാത്മാവാണോ പ്രവർത്തിക്കുന്നത്? അപ്പൻ തെറ്റ് തിരുത്താൻ വേണ്ടി ഇത് ചെയ്യണോ? ബൈബിൾ പണ്ഡിതന്മാരായിട്ടും ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ടും കർത്താവിൻ്റെ വചനം ഓർമ്മിക്കുന്നില്ലേ? നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങളിൽ ഒരാൾ തെറ്റു ചെയ്യുന്നത് കണ്ടാൽ അയാളെ തനിച്ച് കണ്ട് സംസാരിക്കുക. എന്നിട്ടും തിരുത്തുന്നില്ല എങ്കിൽ സംഘത്തോട് പറയുക. അതിനുശേഷവും ആവർത്തിക്കുന്നുവെങ്കിൽ സഭയോട് പറയുക. വീണ്ടും ആവർത്തിച്ചാൽ അവനെ തള്ളിക്കളയുക. ഇത് മനസ്സിലാകാതെയാണെന്ന് തോന്നുന്നു. വാട്സാപ്പിലും പബ്ലിക്കായിട്ടും ലോകത്തെ മുഴുവനും ഒരു വ്യക്തിയെ അല്ല, സഭാ സമൂഹത്തെ മുഴുവനും തലവന്മാരുടെ കുറവുകൾ വിളംബരം ചെയ്ത് മറ്റുള്ളവരെ കൂടി നേർവഴിയാക്കാൻ ശ്രമിക്കുന്നത് സാംസന്റെ ശക്തി ചോർന്നുപോയതുപോലെ പരിശുദ്ധാത്മാവ് തന്നിൽ നിന്നും അകന്നുപോയി എന്നത് അറിയാതെയാണ് എന്ന് തോന്നിപ്പോവുകയാണ്. സാംസന്റെ ശക്തി ചോർന്നുപോയത് അവൻ അറിഞ്ഞില്ല. അതുപോലെ അതിഭാഷണത്തിൽ പിശാച് ലീഡ് ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കുമെന്നത് ഓർമ്മിക്കുന്നത് നല്ലതാണ്. സ്വന്തം അപ്പൻ്റെ നഗ്നത കണ്ടപ്പോൾ മിണ്ടാതെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും കടന്നു കളഞ്ഞ മകനെ കണ്ടപ്പോൾ ദൈവാത്മാവ് ബൈബിളിലൂടെ സംസാരിക്കുന്നത് എന്തായിരുന്നു? അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ വന്ന് പിതാവിൻ്റെ നഗ്നത കണ്ട് വേഗം ഒരു തുണി കൊണ്ട് നഗ്നത മറയ്ക്കുന്നു. അപ്പൻ്റെ ഈ നഗ്നത കണ്ടിട്ട് ഉടനെ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നത് ശരിയോ തെറ്റോ? അത് പൈശാചികതയല്ലേ എന്ന് ചിന്തിച്ചാൽ ഇനി മറ്റുള്ളവരുടെ സ്ഥാനമാനങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് എല്ലാവർക്കും ദുർവ്യാഖ്യാനം നൽകിക്കൊണ്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും വലിയ ഒരു പ്രഘോഷണം ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചിന്തിച്ചാൽ നന്നായിരുന്നു. ഫ്രാൻസിസ് അസീസി ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവകൃപ എന്നിൽ നിന്ന് പിൻവലിച്ചിരുന്നുവെങ്കിൽ ഞാനും ആ കള്ളനെ പോലെ മോഷ്ടിക്കുമായിരുന്നു. അതിനാൽ അവനെ വെറുതെ വിട്ടേക്കൂ.